പോലീസുകാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ആക്രമിച്ചത്. അത് കടക്കാരൻ പോലും അത് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാം വളരെയധികം വിഷമമുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, സമൂഹത്തിൽ പോലീസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ ആക്രമണങ്ങളുടെ മറ്റൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നമുക്കെന്തോ ഒന്നും പറയാൻ പ്രത്യേകിച്ചില്ല. അവൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു, അവൻ്റെ 3 കുട്ടികൾക്ക് അച്ഛനില്ലാതെയായി. അതേ ഇതിൽ പറയാനുള്ളൂ. അത് 1.5 വർഷത്തോളമായിട്ട് ഇവിടെ ജോലിയിലുണ്ട്. ഞങ്ങൾക്ക് എല്ലാം വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അതിനകത്ത് ഞങ്ങൾ പോലീസുകാരെന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ അധികം സങ്കടമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായ മരണത്തിൽ. അദ്ദേഹം എല്ലാ കാര്യത്തിനും അദ്ദേഹം ആക്റ്റീവാണ്. അത് IP അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും അദ്ദേഹം ആക്റ്റീവാണ്. കാരണം ആളൊരു ശാന്ത സ്വഭാവക്കാരനാണെങ്കിൽ ഡ്യൂട്ടിയിലൊന്നും വിട്ടുവീഴ്ചയില്ല, കർക്കശമായ ഡ്യൂട്ടി തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രാപകലില്ലാത്ത ഡ്യൂട്ടിയാണല്ലോ ഞങ്ങൾ. വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അത്രയും തുറന്ന ആരോടും അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വേറെബൌട്ട് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 3 കുട്ടികളുണ്ടെന്ന് തന്നെ ഈ സംഭവത്തിന് ശേഷം അറിയുന്നത്. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് സത്യത്തിൽ അറിയത്തില്ല. കാരണം അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യാറില്ല ആരോടും. അങ്ങനെ അദ്ദേഹം വന്ന് ആരോടൊന്നും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. സത്യത്തിൽ ഒരു ദാരുണമായ ഒരു സംഭവമാണ്. അതെ, ഒരു ദാരുണമായ ഒരു സംഭവമായിപ്പോൾ. കാരണം ഇപ്പോൾ അടിക്കടി പോലീസുകാർ ഉപദ്രവിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും. ഇപ്പം ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ പേടിയാണ്. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഈ പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഇടപെടാതെ പോവുകയാണ്.